അപ്പോൾ വയനാട്ടുകാരോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വല്ലാത്ത ഒരു അമർഷം, എതിർപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്നുകൂടി നമുക്ക് വ്യക്തമാകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഹൈക്കോടതിയിൽ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ എല്ലാം നഷ്ടപ്പെട്ട ആളുകളുടെ ബാങ്കുകളുടെ വായ്പ ഒന്ന് എഴുതി തരുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു കേസ് വന്ന സമയത്ത് കേന്ദ്ര സർക്കാർ അസന്നിഗ്ധമായി പറയുകയാണ്, അങ്ങനെ വായ്പയൊന്നും എഴുതി തള്ളാൻ കഴിയില്ല, വേണമെങ്കിൽ ഞങ്ങൾ ഒരു വർഷം കൂടി ഒരു എക്സ്റ്റൻഷൻ നൽകാം, അത് അല്ലെങ്കിൽ പുനർവായ്പ ക്രമീകരിച്ച് നൽകാം, അതിന് ഒരു വർഷം ഒരു മൊറട്ടോറിയം നൽകാം, ഇതിൽ കവിഞ്ഞ് വായ്പ എഴുതി തള്ളുക എന്നൊന്നും പറയുന്ന കാര്യമൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ വയനാട്ടിന് ഒരു 5 പൈസയുടെ ഒരു നയാ പൈസയുടെ സാമ്പത്തിക സഹായം ലഭിക്കുന്നില്ല. പക്ഷേ ഹൈക്കോടതി ഇടപെടുകയാണ്, നിങ്ങൾക്ക് ഇതിനകത്ത് ഇങ്ങനെ അവർക്കിത് തിരിച്ചടയ്ക്കാൻ കഴിയില്ല, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളാണ്, അവർ ഏത് രീതിയിൽ ഇത് തിരിച്ചടയ്ക്കും, അതുകൊണ്ട് ആ കാര്യം തന്നെ അനുഭാവപൂർവ്വം പരിഗണിക്കണം എന്ന് കോടതി പറയുമ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്ന മറുപടിയാണ്, അങ്ങനെയൊന്നും എഴുതിത്തള്ളാൻ കഴിയില്ല, വേണമെങ്കിൽ ഞങ്ങൾ വീണ്ടും വായ്പ കൊടുക്കാം, അതിന് ഒരു വർഷത്തെ മൊറട്ടോറിയം നൽകാം. അപ്പോൾ കോടതി ചോദിച്ചു, മൊറട്ടോറിയം നൽകിയതുകൊണ്ട് എന്താണ് കാര്യം, ആ ബാധ്യത അങ്ങനെ തന്നെ നിൽക്കുകയല്ലേ, അപ്പോൾ കൂടുതൽ ബാധ്യതയിലേക്ക് അവർ പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകില്ലേ എന്ന് ചോദിച്ചിട്ട് അവസാനം കോടതി പറഞ്ഞു, നിങ്ങൾ ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും കൂടി ആലോചിച്ച് എഴുതിത്തള്ളുന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ പൊസിഷൻ എന്താണ് എന്ന് ഒന്ന് ഫൈനലായിട്ട് അറിയിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വിട്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ വയനാട്ടിലെ ഈ ആളുകൾ, ഈ ദുരന്തമുണ്ടായ പ്രദേശത്തെ ചൂരൽമലയിലെയും മുണ്ടക്കയിലെ ആളുകളുടെ ആകെ വരുന്ന കടം എന്ന് പറയുന്നത് 38 കോടി രൂപയാണ്. അപ്പോൾ നമ്മുടെ കേരള ബാങ്ക് അവരുടെ കടം എഴുതി തള്ളുന്നതിനുള്ളൊരു തീരുമാനം അവർ എടുക്കുകയുണ്ടായി. പക്ഷേ ബാക്കി ഇനി അവശേഷിക്കുന്നത് ഈ ഏതാണ്ട് 10-15ഓളം വരുന്ന പൊതുമേഖലാ ബാങ്കുകളുടെ എല്ലാം കൂടി ചേർന്നിട്ട് 38 കോടി രൂപയാണ് അവശേഷിക്കുന്നത്. ആ 38 കോടി രൂപ എഴുതി തള്ളാനൊന്നും പറ്റില്ല എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ വയനാട്ടുകാരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കടുത്ത വിരോധം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ആ രീതിയിലാണ് ഈ കോടതി ചോദിക്കുമ്പോൾ പോലും വളരെ ഒരു നിര്യാതന ബുദ്ധിയോടുകൂടിയുള്ളൊരു സമീപനമാണ് ഈ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് കാണുന്നത്. പക്ഷേ ഇവിടെ ഈ 38 കോടി രൂപ എഴുതിത്തള്ളാൻ പറ്റില്ല എന്ന് പറയുന്ന ആളുകളുടെ നിലപാട് നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. പാർലമെൻറ്റിൽ തന്നെ ഈ അടുത്ത കാലത്തൊരു മറുപടി ധനമന്ത്രി നിർമ്മല സീതാരാമൻ നൽകുകയുണ്ടായി. കഴിഞ്ഞ 10 സാമ്പത്തിക വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ബാങ്കുകൾ എഴുതിത്തള്ളിയിരിക്കുന്ന കടം 16 ലക്ഷം കോടി രൂപയാണ്. പാർലമെൻറ്റിൽ കൊടുത്ത മറുപടിയാണ്. 10 സാമ്പത്തിക വർഷത്തിനിടയിൽ 16 ലക്ഷം കോടി രൂപയുടെ കടം എഴുതി തള്ളിയിരിക്കുന്നു. അത് ആരുടെ കടമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടറിയാം. വലിയ തുകകൾ വായ്പ എടുത്ത് അടയ്ക്കാതെ മുങ്ങിക്കളഞ്ഞിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെ മനഃപൂർവ്വം തന്നെ ഡീഫോൾട്ട് വരുത്തിയിരിക്കുന്ന ആളുകളുടെ കടമാണ് ഈ 16 ലക്ഷത്തിൽ പരം കോടി രൂപ കഴിഞ്ഞ 10 സാമ്പത്തിക വർഷത്തിനുള്ളിൽ എഴുതി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും ഉയർന്ന തുക 2018-19 സാമ്പത്തിക വർഷത്തിലാണ്. 2,36,265 കോടി രൂപയാണ് ആ വർഷം എഴുതി തള്ളിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 2023-24 വരെയുള്ള കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ 1,70,270 കോടി രൂപ എഴുതി തള്ളിയിരിക്കുന്നു. അപ്പോൾ അതിനർത്ഥം എല്ലാ വർഷവും ശരാശരി ആവറേജ് നമ്മൾ നോക്കുമ്പോൾ ഒരു 1.5 ലക്ഷം കോടി രൂപയുടെ കടം എഴുതി തള്ളുകയാണ്. അപ്പം ഇതൊക്കെ എഴുതി തള്ളാനായിട്ട് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, ഒരു നിയമ തടസ്സമോ ഒരു തരത്തിലുള്ള പ്രശ്നമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വയനാട്ടിലെ പാവപ്പെട്ട ആളുകളുടെ, അവരെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്ന ആളുകളുടെ 38 കോടി രൂപ എഴുതി തള്ളാൻ പറ്റില്ല എന്ന് പറയുന്ന എന്ത് മനസ്സിൽ ഉള്ള ആളുകളാണ് ഈ കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത്. മനുഷ്യത്വം എന്ന് പറയുന്നത് ഇവരുടെ ഉള്ളിൽ ഒരു ഇറ്റ് അവശേഷിച്ചിട്ടുണ്ടോ? എന്നിട്ടാണ് ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ആശമാരുടെ ശമ്പളം കൂട്ടിക്കൊടുക്കാൻ പോകുന്നു, ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 38 കോടി രൂപയുടെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഴിയുന്ന ആളുകളുടെ കടം എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല. അപ്പം ഇതെങ്ങനെ സംഭവിച്ചു? ഇത്രയും വലിയ കോടി. ഇനി
മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ബാങ്കുകൾ ഇങ്ങനെ കടം എഴുതി തള്ളുമ്പോൾ ഇത് വെറുതെ അങ്ങ് എഴുതി തള്ളുകയല്ല ചെയ്യണേ. അങ്ങനെ കടം എഴുതി തള്ളുമ്പോൾ മൂലധന പര്യാപ്തത അനുപാതം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എന്ന് പറയുന്ന, സാങ്കേതികമായി പറയുന്ന ബാങ്കുകളുടെ അടിസ്ഥാനപരമായ സ്ട്രെങ്ത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടുള്ള ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ കുറയുന്ന സ്ഥിതിയിലേക്ക് വരും. അത് ബാങ്കുകളുടെ ആരോഗ്യത്തെ ബാധിക്കും, ബാങ്കുകളുടെ റേറ്റിങ്ങിനെ ബാധിക്കും, ഏറ്റവും ഒടുവിൽ ബാങ്കുകളുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് പോകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഈ ബാങ്കുകളുടെ മൂലധനത്തിലേക്ക് പണം നൽകുകയാണ്. അതിനെയാണ് ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കേന്ദ്ര സർക്കാർ ഈ എഴുതിത്തള്ളിയ പണത്തിന് പകരമായി ബാങ്കുകൾ തകരാതിരിക്കാൻ, അവരുടെ സാമ്പത്തിക ഭദ്രത തകരാതിരിക്കാൻ വേണ്ടി പണം അങ്ങോട്ട് നൽകുന്നുണ്ട്. അതിൻ്റെ പേരാണ് ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ. ഓരോ ബഡ്ജറ്റിലും, പല ബഡ്ജറ്റുകളിലും അതിന് തുക മാറ്റിവെക്കുന്നുണ്ട്. 2016-17 സാമ്പത്തിക വർഷം മുതൽ 2020-21 സാമ്പത്തിക വർഷം വരെ 3.10 ലക്ഷം കോടി രൂപ പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് മാത്രം ക്യാപിറ്റൽ ഇൻഫ്യൂഷനായി കേന്ദ്ര സർക്കാർ നൽകി. അപ്പോൾ വെറുതെ അങ്ങ് കടമെഴുതി തള്ളി കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഈ എഴുതി തള്ളുന്ന കടത്തിന് ബദലായിട്ടുള്ള പണം ക്യാപിറ്റൽ എന്ന രൂപത്തിൽ കേന്ദ്ര സർക്കാർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോർപ്പറേറ്റ് കമ്പനികളുടെ, വൻകിട കുത്തകളുടെ ഈ വായ്പ എടുത്ത് മനഃപൂർവ്വം തിരിച്ചടയ്ക്കാതെ രാജ്യത്തെ കബളിപ്പിക്കുന്ന ആളുകളുടെ പണം വായ്പ എഴുതി തള്ളുന്നതിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് കോടി രൂപ നികുതിദായകരുടെ പണമെടുത്ത് ബാങ്കുകൾക്ക് കേന്ദ്ര സർക്കാർ നൽകുകയാണ്. അവരാണ് പറയുന്നത് വയനാട്ടിലെ 38 കോടി രൂപ കടം എഴുതി തള്ളാൻ കഴിയില്ല എന്ന് പറയുന്നത്. അത്രമാത്രം നികൃഷ്ടമായ മനസ്സിൻ്റെ, അതായത് നമുക്ക് വയനാടിന് ഒരു സഹായവും തന്നില്ല എന്ന് മാത്രമല്ല, വായ്പ എഴുതി തള്ളുക എന്ന് പറയുന്ന കേവലമായൊരു സഹായം പോലും ചെയ്യാൻ കഴിയാത്ത നികൃഷ്ട ജീവികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളുകളാണ് ഇന്ന് ഇന്ത്യയുടെ ഭരണത്തിലുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.